ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ AFന്റെ പാർട്ട് 5 ആണ്. എനിക്കറിയാം കുറച്ചധികം നാൾ ഞാൻ ബ്രേക്ക് എടുത്തു എന്നാണ് തോന്നുന്നത്. ഈ ഒരു ഡ്രാഗൺ ബോൾ AFന് വേണ്ടി കുറച്ച് പേരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവരോട് റിയലി സോറി. അതുപോലെ തന്നെ കുറച്ച് നാൾ ഡ്രാഗൺ ബോൾ റിലേറ്റഡ് വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട് ഇനി ഡ്രാഗൺ ബോൾ റിലേറ്റഡ് വീഡിയോസ് ഒന്നും ഇനി ചെയ്യില്ലേ, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട. നമ്മൾ ഡ്രാഗൺ ബോളിൽ നിന്നുമാണ് ഈ ഒരു ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഡ്രാഗൺ ബോൾ കണ്ടന്റ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയും ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. ഫ്രീസയുടെ മകനായിട്ടുള്ള ഐസെ തിരിച്ചു വന്ന് ജി ഫൈറ്റേഴ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഐസെ ആണെങ്കിൽ പാനിനെ കൊന്ന് നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ സൂപ്പർ സൈൻ 5ലേക്ക് മാറും. അങ്ങനെ ഗോഹാൻ സൂപ്പർ സൈൻ 5ൽ മാറി നമ്മുടെ ഐസയും ഡിഫീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ പാനിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഡ്രാഗൺ ബോൾ വിഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ആ ഒരു ഡ്രാഗൺ ബോൾസിൽ നിന്നും ഈവിൾ ആയിട്ടുള്ള ആൾക്കാർ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ആ ഒരു ഡ്രാഗൺ ബോൾ വിഷ് ചെയ്യുന്ന സമയത്ത് ഗോകുവിനെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ആ ഒരു ഈവിൾ ആയിട്ടുള്ള ആൾക്കാർ പുറത്തു വരുമ്പോൾ അവരെ തടയാൻ വേണ്ടി നമ്മുടെ ഗോഹാനും വെജിറ്റയും കിങ്കായുടെ പ്ലാനറ്റിൽ നിന്നും ട്രെയിനിങ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവസാനം പറഞ്ഞത്. ഒരുപാട് നാളായി വീഡിയോ ചെയ്യാത്തത് കൊണ്ട് മറന്നുപോയി കാണുമോ എന്ന് കരുതിയാണ് ഒന്ന് ഞാൻ ചുരുക്കി ഇവിടെ പറഞ്ഞത്. ഇനി അതിനുശേഷം ഇവിടെ ആദ്യം തന്നെ ഡീമൺ റെലമാണ് കാണിക്കുന്നത്. ഈ ഒരു ഡീമൺ റെലത്തിലാണെങ്കിൽ മാർബിൾ അതുപോലെ തന്നെ ചിയോക്കു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാൾക്കാരെയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ മാർബിൾ പറയും ഇവിടെ ഇരുന്ന് ബോർ അടിക്കാൻ വേണ്ടി തുടങ്ങി, ഇനി കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ആകാം എന്നും പറഞ്ഞ് നമ്മുടെ ചിയോക്കുവിനെ എടുത്ത് ഇവിടെ നിന്നും പോകുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ എർത്തിലുള്ള കാമിയുടെ പ്ലേസ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും ഊബും 3 പേരും ചേർന്ന് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം ഗോട്ടൻ ആണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ട്രങ്ക്സ് പറയും ആദ്യം നമുക്ക് 2 പേർക്കും ട്രെയിനിങ് ചെയ്യാം, ഊബ് അവിടെ നിന്നും ഒറ്റയ്ക്ക് ട്രെയിനിങ് ചെയ്യട്ടെ, അതുകൂടാതെ ഒരു ഗോളും അച്ചീവ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ട്രങ്ക്സ് പറയുന്നത് എന്റെ കയ്യിൽ ഒരു സീക്രട്ട് ഉണ്ട്, അതും വൈകാതെ തന്നെ കാണിച്ചു തരാമെന്നും പറയുന്നു. അങ്ങനെ ഗോട്ടൻ ആണെങ്കിൽ എന്ത് സീക്രട്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ കണ്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും സൂപ്പർ സൈനിലും മാറി ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അതുപോലെ തന്നെ ഊബും ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ സുപ്രീം ഗായുടെ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ വെജിറ്റയും ഗോഹാനും ആണെങ്കിൽ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ഓൾഡ് ഗായ് പറയുന്നത് ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പോയ വാൽ തിരിച്ചു വരണം. അപ്പോൾ ഗോഹാൻ ചോദിക്കും എന്ത് വാലോ? അപ്പോഴാണ് നമ്മുടെ ഓൾഡ് ഗായ് പറയുന്നത് അതെ, നിങ്ങൾ സയൻസിന്റേതായിട്ടുള്ള ആ ഒരു വാലില്ലേ, ആ ഒരു വാൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുഴുവൻ പൊട്ടൻഷ്യലും പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തന്നെ ഓൾഡ് ഗായ് അവിടെ ഒരു ടൂളും കൊണ്ടുവരുന്നു. അങ്ങനെ ഗോഹാൻ ചോദിക്കും ഈ ഒരു ടൂള് വെച്ച് എങ്ങനെ കൊണ്ടുവരാനാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് ഓൾഡ് ഗായ് പറയുന്നത് നീ കുറച്ച് സമാധാനപ്പെടെ, നമ്മുടെ ഗോകുവും ഇത് വെച്ചാണ് തന്റെ വാൽ പിന്നീട് പുറത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഗോകു ഇത് വെച്ചാണ് വാൽ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മുടെ ഗോഹാനും വെജിറ്റയ്ക്കും മനസ്സിലായി. തങ്ങളുടെ ആ ഒരു വാലും പുറത്തെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ ഒരു വലിയ കത്രിക പോലുള്ള ടൂൾ വെച്ച് ഗോഹാന്റെ പുറകിലുള്ള ആ ഒരു ചെറിയ വാൽ പിടിച്ച് പുറത്തേക്ക് വലിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ എർത്താണ് കാണിക്കുന്നത്. നമ്മൾ ഡീമൺ റെലത്തിലുള്ള ആ 2 ക്യാരക്ടേഴ്സിനെ പറഞ്ഞില്ലേ, ആ ഒരു 2 ക്യാരക്ടേഴ്സും ഒരു പോർട്ടൽ വെച്ച് എർത്തിലെത്തുന്നു. അങ്ങനെ ആ ഒരു മാർബിൾ എന്ന ക്യാരക്ടർ പറയും ഓ ഇതാണല്ലേ എർത്ത്. അങ്ങനെ എർത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും ആ ഒരു ശബ്ദങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് നിന്ന് പെട്ടെന്ന് ഒരു ടെക്നിക്ക് വെച്ച് അവിടെ ഒരു വലിയ ഡിസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് തൊട്ടടുത്തുണ്ടായ ഒരു സിറ്റി തന്നെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കും. അതിനുശേഷം മാർബിൾ പറയും വാ എല്ലാം തന്നെ ഇവിടെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാമെന്നും ചിയോക്കിനോട് പറയുന്നു. അങ്ങനെ എർത്തിൽ ആരോ വന്ന കാര്യം നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും ഊബും 3 പേർക്കും മനസ്സിലാകുന്നു. ഈ സമയം നമ്മുടെ സുപ്രീം ഗായ് ആണെങ്കിൽ എർത്തിൽ എന്തോ സംഭവിക്കുന്നതായിട്ട് മനസ്സിലായി ആ ഒരു ബൗളിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുന്നു. അപ്പോഴാണ് നമ്മുടെ സുപ്രീം ഗായും ഈ ഒരു മാർബിളിനെ കാണുന്നത്. അപ്പോൾ തന്നെ സുപ്രീം ഗായ് പറയും ഓ ഇവൻ മാർബിൾ അല്ലേ, ഇവൻ ഡീമൺ റെലത്തിലുള്ള വലിയ പുള്ളിയാണ്. അപ്പോഴേക്കും ഗോഹാൻ പറയും നിങ്ങൾക്ക് അവനെ അറിയുമോ, അവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുപ്രീം ഗായ് പറയും ഡെബോറ മരിച്ചതിന് ശേഷം ആ ഒരു ഡീമൺ റെലം തന്നെ റൂൾ ചെയ്യുന്നത് ഇവനാണ്, ഇത്രയും നാളും ഇവൻ സമാധാനമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഗോഹാൻ പറയും ഓ എന്തായാലും അപ്പോൾ എർത്തിലേക്ക് പോകണം. അപ്പോഴാണ് നമ്മുടെ വെജീറ്റ പറയുന്നത് ഗോഹാൻ നീ കുറച്ച് കാമായിരിക്കും, നമ്മൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് നീ മറന്നുപോയോ? ഇപ്പോൾ വന്നവരുടെ പവർ സെൻസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പിള്ളേരെ കൊണ്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ എന്നാലും അവരെ കൊണ്ട് ഇത് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വെജീറ്റ പിന്നെയും പറയും ഇത്രയും നാളും നമ്മൾ 2 പേരുമല്ലേ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തത്, കൂടാതെ ഇപ്പോൾ നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ എത്രത്തോളം ശക്തരാണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് പോലും അറിയില്ല. അവർ ഏതായാലും ഫൈറ്റ് ചെയ്യട്ടെ, ഇൻ കേസ് അവർ ഡിഫീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം നമുക്ക് നോക്കാമെന്നും പറയുന്നു. അങ്ങനെ ഗോഹാൻ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം എർത്തിലുള്ള മാർബിളിനെയാണ് കാണിക്കുന്നത്. ഈ സമയം നമ്മുടെ ചിയോക്കു മാർബിളിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് ഡിസ്ട്രോയ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. എന്നാൽ മാർബിൾ അതിന് കറക്റ്റായി ഉത്തരവൊന്നും പറയുന്നില്ല. ഓരോ സ്ഥലവും ഇങ്ങനെ പതിയെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും ഊബും 3 പേരും അവിടേക്ക് വരുന്നത്. ട്രങ്ക്സ് വന്ന ഉടൻ തന്നെ നമ്മുടെ മാർബിളിനോട് പറയും നീ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല, നീ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഞാൻ പകരം വീട്ടുമെന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ മാർബിൾ ട്രങ്ക്സിനോട് പറയും നമ്മൾ ഇവിടെ വെറുതെ വന്ന് ഒരു എന്റർടൈൻമെന്റിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ്
സില്ലി ആയിട്ട് എടുക്കും. അപ്പോഴേക്കും നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും ഊബും 3 പേരും തങ്ങളുടെ കീ എനർജി റേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതിൽ നമ്മുടെ ട്രങ്ക്സും ഗോട്ടനും സൂപ്പർ സൈൻ 2-ൽ മാറിയിട്ടുണ്ടാകും. അതുകൂടാതെ നമ്മുടെ ട്രങ്ക്സ് ഗോട്ടനോട് പറയുന്നുണ്ട്, നിലവിൽ ഇപ്പോൾ ഡ്രാഗൺ ബോൾ ഇല്ലാത്തത് കൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിച്ചു കൊണ്ടുവരാൻ തന്നെ സാധിക്കുകയില്ല. അങ്ങനെ നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും ആണെങ്കിൽ ഒരു വലിയ ഫ്ലാഷ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മാർബിളിനെ അടിച്ച് തെറിപ്പിക്കുന്നു. അതുകൂടാതെ ഊബും വെറുതെ വിടുന്നില്ല, ഊബും ചിയൂക്കുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗോട്ടനും ട്രങ്ക്സും മാർബിളിനെ എതിർത്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ ഊബാണെങ്കിൽ ചിയൂക്കുവിനെയും എതിർത്ത് നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ മാർബിൾ പറയും, ഞാൻ വിചാരിച്ചതിനേക്കാൾ നിങ്ങൾ ശക്തരാണ്. അപ്പോഴാണ് ട്രങ്ക്സ് പറയുന്നത്, ഇവന്റെ പവർ നമ്മൾ വിചാരിച്ചത് പോലെയല്ല, ഇതുവരെ ഇങ്ങനെ ഒരു എനർജി ഞാൻ സെൻസ് ചെയ്തിട്ടില്ല, ഇത് കുറച്ച് ഈവിൾ ആയിട്ട് വ്യത്യാസമായിട്ടാണ് ഉള്ളത്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ മാർബിൾ വേഗത്തിൽ ചെന്ന് നമ്മുടെ ഗോട്ടനും ട്രങ്ക്സിനും അടിച്ചിടാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ മാർബിൾ ആണെങ്കിൽ ലൈറ്റ്നിങ് സ്പീഡിലാണ് മൂവ് ആവുന്നത്. ഇത്രയും സ്പീഡിൽ ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഗോട്ടനും ട്രങ്ക്സിനും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും തെറിച്ചു വീഴുന്ന സമയത്ത് നമ്മുടെ ഗോട്ടനും ട്രങ്ക്സ് പറയും, ഇവന്റെ ഈ ഒരു കീ എനർജി ഭയങ്കരമായിട്ടാണ് ഉള്ളത്, എന്നാൽ ഇതുപോലെ കണ്ടിന്യൂ ആവുകയാണെങ്കിൽ അവൻ എന്തായാലും വീക്കായി മാറും എന്നും പറയുന്നു. അപ്പോഴാണ് മാർബിൾ പെട്ടെന്ന് സ്ക്രീം ചെയ്ത് ഗോട്ടനും ട്രങ്ക്സിനും ഒരു ബാരിയറിനുള്ളിൽ ട്രാപ്പ് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മുടെ മാർബിൾ പറയും, നിങ്ങൾക്കിനി ഒരടി പോലും എടുത്തു വെക്കാൻ കഴിയില്ല. അങ്ങനെ മാർബിൾ ആണെങ്കിൽ തന്റെ ഈ ഒരു ടെക്നിക്ക് വെച്ച് ഗോട്ടനും ട്രങ്ക്സിനെയും താഴേക്ക് വലിച്ചെറിയുന്നു. താഴേക്ക് വീഴുന്ന സമയത്ത് അവിടെ വലിയൊരു പൊട്ടിത്തെറിയും ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വെജിറ്റയും ഗോഹാനും മുകളിൽ നിന്ന് കാണുന്നുണ്ടാകും. നമ്മുടെ ഗോഹാൻ പറയും, വെജിറ്റ നമുക്ക് പോകാം, അവരെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റ പിന്നെയും പറയുന്നത്, അവർ ഒരുപാട് നാളായില്ലേ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട്, ഇതും ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണെന്ന് കരുതി അങ്ങനെ പോയിക്കോളും, നീ കൂടുതലൊന്നും പേടിക്കണ്ട എന്ന് വെജിറ്റ ഗോഹാനോട് പിന്നെയും പറയുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു പാർട്ടും അവസാനിക്കുന്നു. വീഡിയോ കുറച്ച് ഷോർട്ടായി പോയോ എന്നൊരു സംശയമുണ്ട്, കാരണം ഒരുപാട് നാളായി ഈ ഒരു മാങ്കയൊക്കെ വായിച്ചിട്ട്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കുറച്ചും കൂടി ലോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് പറയുക. ഇനി എന്തായാലും നെക്സ്റ്റ് പാർട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.